നമ്മൾ ആദ്യം ഇന്റർവ്യൂല് പറഞ്ഞു ഒരു 65,000 രൂപയ്ക്ക് വണ്ടി ഉണ്ട്. ആ വണ്ടിയാണ് ആ വണ്ടിയാണ് ഡീറ്റെയിൽസ് തന്നെ. 2019 മോഡലാണ്. വെറും 35,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ഒരുപാട് നമ്മൾ സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം 20ഓളം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. ഓട്ടോമിക്ക എല്ലാ വാഹനങ്ങളും 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാനും പറ്റുന്ന നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ സെഡാൻ സെഗ്മെന്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് നെക്സ കാറ്റഗറിയിൽ ഇറങ്ങുന്ന സിയാസിലെ SUV സെഗ്മെന്റിൽ ഹൈ ഡിമാൻഡ് വെഹിക്കിൾ ആണ് ഹ്യുണ്ടായിയുടെ ക്രെറ്റ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത് 2017 മോഡൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഒരു പ്രീമിയം കാറ്റഗറിയിൽ മൈലേജ് സെഗ്മെന്റ് വാഹനം നോക്കുകയാണെങ്കിൽ ടയോട്ടയുടെ ഗ്ലാൻസ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലേ. മൈലേജ് കൂടുതൽ കിട്ടുന്ന പറയാൻ കാരണം എന്താണ്? CNG ഫിറ്റഡ് ആണല്ലേ. SUV സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള CNG കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. മാരുതിയുടെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന വാഹനമാണ് ഗ്രാൻഡ് വിത്താര അല്ലേ. നമ്മുടെ നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് ഈ മാസം ഓണം പ്രമാണിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. മാരുതിയുടെ SUV സെഗ്മെന്റ് വാഹനം നോക്കുകയാണെങ്കിൽ നല്ലൊരു വാഹനം പ്രസ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഓട്ടോമാറ്റിക് ഡീസൽ. ഇത് ടാറ്റ കമ്പനിയുടെ കരുത്തുറ്റ സേഫസ്റ്റ് കാർ എന്നറിയപ്പെടുന്ന ടാറ്റ നെക്സോൺ. ഇത് മാരുതിയുടെ വാഗനർ ആണ്. 1000 cc വരുന്ന ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2022 മോഡല് സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. നിങ്ങൾ 7 സീറ്റർ വാഹനം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു എർട്ടിഗയാണ് ഈ മാസം നമ്മുടെ സ്റ്റോക്ക് ഉള്ളത്. മാരുതി ഈക്കോ, അതായത് യാത്രാ സൗകര്യത്തിനും ചെറിയ ചെറിയ കച്ചവടാവശ്യങ്ങൾക്കും പറ്റുന്ന ഒരു വാഹനമാണ്. കോമ്പാക്ട് ആയിട്ട് എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഓണം പ്രമാണിച്ചിട്ട് നല്ലൊരു യൂസർ അന്വേഷിച്ചിറക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കിടിലൻ ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് പ്രൈസ് റേഞ്ച് ഒക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? 65,000 മുതൽ 20 ലക്ഷം വരെയുള്ള ബഡ്ജറ്റുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. അതായത് എല്ലാത്തരം കസ്റ്റമേഴ്സിനും ഒരുപോലെ കയറി വരാൻ പറ്റുന്ന ഷോറൂമാണ്. ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ അതുപോലെ തന്നെ മീഡിയം ബഡ്ജറ്റും കുറച്ച് ബഡ്ജറ്റ് കൂടിയ ടൈപ്പ് വാഹനങ്ങൾ നിലവിൽ അവൈലബിൾ ആണ്. നമുക്ക് ഈ വാഹനങ്ങൾക്കൊക്കെ വാറന്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ വാറന്റി കൊടുക്കുന്നത് 6 മാസം മുതൽ 5 വർഷം വരെയാണ് നമ്മൾ വാറന്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മാരുതി വാഹനങ്ങൾക്ക് പ്ലസ് 3 ഫ്രീ സർവീസ് ഉണ്ടാവില്ലേ. അത് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടുന്ന വാറന്റി സർവീസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പി. നിങ്ങൾ ലോ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുകയാണെങ്കിൽ ഡാറ്റ്സന്റെ റെഡിഗോ സ്റ്റോക്ക് ഉണ്ടല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2019 മോഡലാണ്. വെറും 35,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഓട്ടോമാറ്റിക്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന്റെ പ്രൈസ് 2,40,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 2,40,000 രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ലോ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഡാറ്റ്സൺ റെഡിഗോ ഓട്ടോമാറ്റിക് നമുക്ക് കണ്ടു. ഇനി നമുക്ക് ഓട്ടോമാറ്റിക് വേണ്ടെങ്കിൽ മാനുവലും സ്റ്റോക്ക് ഉണ്ടല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2016 മോഡലാണ്. വെറും 40,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1,80,000 രൂപയാണ്. ഇത് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ പോലും നമുക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റും. മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ഒരുപാട് നമ്മൾ സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം 20ഓളം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളും 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാനും പറ്റുന്ന നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2018 മോഡല് 95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 2,95,000 രൂപ. 295. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊടുക്കാതെ വണ്ടി ഇറക്കാം. 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും. ഇത് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 അല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ആൾട്ടണ്ണൂർ 2019 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് LXC ആണ് വേരിയന്റ് വരുന്നത്. ആകെ 76,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 3,15,000 രൂപ. 3,15. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? നമുക്ക് ഏകദേശം ഒരു 30,000 രൂപയ്ക്കാണ് ആൾട്ടണ്ണൂറിന് ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് വരുന്നുള്ളൂ. പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. ലോ ബഡ്ജറ്റിൽ നല്ലൊരു കണ്ടീഷൻ വാഹനം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ സ്റ്റോക്ക് ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇതിന് 2007 മോഡലാണ് വരുന്നത്. പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. 2027 വരെയ്ക്ക് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഓടിച്ച് പഠിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കൂടാണ്ട് ഇപ്പോൾ അൾട്രേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ വണ്ടികൾ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയും പറ്റുന്ന വണ്ടിയാണ്. എഞ്ചിൻ ഭാഗം ബാക്കി കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. വേറെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള റണ്ണിങ് കണ്ടീഷൻ വാഹനമാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ചോദിക്കുന്ന 65,000 രൂപ. 65,000 രൂപ. നമ്മൾ ആദ്യം 60,000 സ്റ്റാർട്ടിങ് പറഞ്ഞത് ഈ വണ്ടിയാണ്. അതന്നെ ആ വണ്ടിയാണ്. അപ്പൊ നമ്മൾ വെറുതെ ഇന്റർവ്യൂല് 60,000 40,000 എന്ന് പറയണല്ല. ആ ടൈപ്പ് വാഹനങ്ങളുണ്ട്. ഇത് മാത്രമല്ല ഇതിന് ലോ ബഡ്ജറ്റ് ഒരുപാട് വാഹനങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ ആ ടൈപ്പ് വാഹനം നോക്കുന്നവർക്കും ഈ ഷോറൂമിലേക്ക് വരാവുന്നതാണ്. സെഡാൻ സെഗ്മെന്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് നെക്സ കാറ്റഗറിയിൽ ഇറങ്ങുന്ന സിയാസ്. 2021 മോഡൽ സിയാസ് ആൽഫ ഓട്ടോമാറ്റിക് ആണ് ഓപ്ഷൻ വരുന്നത്. ഒരു 43,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയുള്ളൂ. സിംഗിൾ ഓണർ ആണ്. നമ്മൾ 1 ഇയർ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 വർഷം വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാൻ കഴിയുന്ന ഒരു വാഹനം കൂടിയാണ്. ആൽഫ എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് ആണ്. അലോയിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ചോദിക്കുന്ന പ്രൈസ് 8,95 പ്രൈസ് വരുന്നത്. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. SUV സെഗ്മെന്റിൽ ഹൈ ഡിമാൻഡ് വെഹിക്കിൾ ആണ് ഹ്യുണ്ടായിയുടെ ക്രെറ്റ. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. 2017 മോഡൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 73 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 7 ലക്ഷമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു പ്രീമിയം കാറ്റഗറിയിൽ മൈലേജ് സെഗ്മെന്റ് വാഹനം നോക്കുകയാണെങ്കിൽ ടയോട്ടയുടെ ഗ്ലാൻസ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലേ. മൈലേജ് കൂടുതൽ കിട്ടുന്ന പറയാൻ കാരണം എന്താണ്? CNG ഫിറ്റഡ് ആണല്ലേ. ഡീറ്റെയിൽസ് ആണ്. 2023 മോഡൽ ഗ്ലാൻസ് G ആണ് ഓപ്ഷൻ വരുന്നത്. വെറും 30,000 കിലോമീറ്റർ മാത്രം സിംഗിൾ ഓണർ ആണ്. പെട്രോളും CNG നമുക്ക് യൂസ് ചെയ്യാം. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേരിയന്റ് ഏതാ? G ആണ് ഓപ്ഷൻ വരുന്നത്. G വേരിയന്റ് ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ മോഡൽ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടല്ലേ. ഓക്കെ. ഇൻഷുറൻസ് ഒക്കെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? 8,75 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്.
മാക്സിമം ലോണും ചെയ്യാൻ പറ്റും. SUV സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള CNG കമ്പനി പീരീഡ് ആയിട്ടുള്ള വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഡീറ്റെയിൽസ് 2023 മോഡൽ ബ്രസ VXi ആണ് ഓപ്ഷൻ വരുന്നത്. CNG ഫിറ്റഡ് ആണ്. വെറും 21,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. സിംഗിൾ ഓണർ ആണ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. ഏത് വേരിയന്റ് ഏതാണ്? VXi മിഡിൽ ഓപ്ഷൻ ആണ്. എന്നിരുന്നാലും അത്യാവശ്യം ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 935 നമ്മുടെ പ്രൈസ് വരുന്നത്. ഈ വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. 3 വർഷം വരെ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. പ്ലസ് 3 ഫ്രീ സർവീസ് ഉണ്ടാവും. അത് ഓൾ ഇന്ത്യ ഏത് മാറുന്ന സർവീസ് സെന്ററിൽ നമുക്ക് കിട്ടും. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. Hyundai കമ്പനിയുടെ i20 അല്ലേ? വെറും i20 ഫാൻസി നമ്പറിൽ മോഡിഫൈഡ് i20. ഡീറ്റെയിൽസ് ആണ് വരുന്നത്. 16 മോഡൽ ആസ്ട്ര ഓപ്ഷൻ ആണ് വരുന്നത്. 73 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. പെട്രോൾ മാനുവൽ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് വിത്ത് ഫാൻസി നമ്പറോട് കൂടിയിട്ട് 20 നമ്പറിൽ i20 അല്ലേ? ഇതിന്റെ വില എത്രയാണ്? 455 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാരുതിയുടെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന വാഹനമാണ് ഗ്രാൻഡ് വിത്താര അല്ലേ? നമ്മുടെ നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് ഈ മാസം ഓണം പ്രമാണിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് തന്നെ 2023 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഒരു 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 12,90,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വിത്ത് വാറന്റി ഫ്രീ സർവീസ്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് പുതിയ വാഹനം എടുക്കുന്ന പോലെ തന്നെ എടുക്കാൻ പറ്റുന്ന വാഹനം കൂടിയാണ്. നിങ്ങൾ പുതിയത് എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് അനുയോജ്യം ഈ ഒരു വാഹനം എടുക്കുന്നതിനാണ്. നല്ല പ്രൈസിൽ ഡിഫറൻസ് ഉണ്ട്. മാരുതിയുടെ SUV സെഗ്മെന്റ് വാഹനം നോക്കുകയാണെങ്കിൽ നല്ലൊരു വാഹനം ബ്രസ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഓട്ടോമാറ്റിക് ഡീസൽ. ഇപ്പൊ ഡീസൽ വാഹനം കമ്പനി നിർത്തിയോട് കൂടിയിട്ട് ഡീസൽ വാഹനങ്ങൾക്ക് നല്ല ഡിമാൻഡ് ആണല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് വരുന്നത് 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഓട്ടോമാറ്റിക് ഡീസൽ വാഹനമാണ് വരുന്നത്. ആകെ ഓടിയിട്ടുള്ള 83,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വേരിയന്റ് VDI ആണ് വേരിയന്റ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ ആണല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 8,85,000. 885. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള പഴയ വാഹനങ്ങളൊക്കെ ഇവിടെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ടാറ്റ കമ്പനിയുടെ കരുത്തുറ്റ സേഫസ്റ്റ് കാർ എന്നറിയപ്പെടുന്ന ടാറ്റ നെക്സോൺ. ഡീറ്റെയിൽസ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വെറും 49,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ ബേസ് വേരിയന്റ് ആണ് വരുന്നത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പർ ഒക്കെ ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ബിൽഡ് ക്വാളിറ്റി സേഫും കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കോമ്പാക്ട് SUV സെഗ്മെന്റ്. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ആസ്കിംഗ് റേറ്റ് 4,90,000 രൂപയാണ്. അത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ ഓൺലി ഓരോ വാഹനം കൊടുക്കാൻ പറ്റും. ഫുൾ ഓൺലി ചെയ്യാൻ പറ്റും. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ടാറ്റ നെക്സോൺ ആണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. മാരുതിയുടെ വാഗനർ സെഗ്മെന്റിൽ ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വന്നാണ് സ്റ്റിംഗർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോഴേ മാരുതിയിൽ നിന്ന് നമ്മളെ വാഗനറിൽ നിന്ന് വ്യത്യാസമായിട്ട് വരുന്നത് ഇതിന്റെ പ്രൊജക്ടഡ് ഹെഡ് ലാമ്പും ഈ ഒരു ഷേപ്പാണ് ഈ ഒരു വാഹനത്തിന് വ്യത്യാസമായിട്ട് വരുന്നത്. ഓക്കെ, അതും ഇപ്പൊ നല്ല റോഡ് പ്രസൻസും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽസ് വരുന്നത് 2017 മോഡലാണ് വരുന്നത്. 61,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. അതെ, പെട്രോൾ ഓട്ടോമാറ്റിക്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ അലോയ്സ് കാര്യങ്ങളൊക്കെ അതും വിത്ത് പ്രൊജക്ടഡ് ഹെഡ് ലാമ്പോട് കൂടിയിട്ടുള്ള ഒരു വാഹനമാണ്. ആ സമയത്ത് തന്നെ പ്രൊജക്ടഡ് ഹെഡ് ലാമ്പ് അലവിലും കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള വാഹനമല്ലേ? അതെ. ചോദിക്കുന്ന പ്രൈസോ? നമ്മൾ ആസ്കിംഗ് റേറ്റ് 3,75,000 രൂപയാണ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഇത് മാരുതിയുടെ വാഗനർ ആണ്. 1000 cc വരുന്നത്. 1000 cc. ഡീറ്റെയിൽസ് തന്നെ. ഇത് 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. 68,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ. അത് വേരിയന്റ് ഏതാണ്? VXi ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് മിഡിൽ ഓപ്ഷനിൽ തന്നെ വരുന്നുണ്ട് അല്ലേ? പിന്നെ സീറ്റ് കവേഴ്സ്, ടയറുകളൊക്കെ കണ്ടീഷൻ ടയർസ് ആണ് എടുക്കുന്ന കസ്റ്റമറിന് അഡീഷണൽ ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. വാറന്റി കൊടുക്കാൻ പറ്റും. എങ്ങനെ വാറന്റി വരുന്നത്? നമുക്ക് 6 months വാറന്റി 3 സർവീസും കൊടുക്കാൻ പറ്റും. അത് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ നിന്ന്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. ഇത് 2018 മോഡൽ മാരുതിയുടെ വാഗനർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കണ മാരുതി വാഗനർ ആണ് വരുന്നത്. 53,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ. നമ്മൾ ആസ്കിംഗ് റേറ്റ് 4,30,000 രൂപയാണ്. 4,30,000. അതെ, നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ടയർ കണ്ടീഷൻ ടയേഴ്സ് ആണ്. പിന്നെ ഉള്ളും പുറമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ. അത്യാവശ്യം ആക്സസറീസ് കയറിയിട്ടുണ്ട്. മുകളിൽ ഇപ്പോൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ സ്റ്റീരിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ത്രെഡുള്ള ടയറും കാര്യങ്ങളാണ് എല്ലാം ഉണ്ട്. എടുക്കുന്ന കസ്റ്റമറിന് അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. നിലവിൽ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള പക്കായിരിക്കും. ഓക്കെ, നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാനും പറ്റും. ഓൾമോസ്റ്റ് ഒരു 6 വർഷം വരെയ്ക്ക് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് 4 സിലിണ്ടർ വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനമാണ്. അതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. 2020 മോഡലാണ് വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത്. 1,27,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. നമ്മൾ ആസ്കിംഗ് റേറ്റ് 5,30,000 രൂപ. 5,30,000. ഇത് VXi വേരിയന്റ് ആണ്. മിഡിൽ ഓപ്ഷൻ ആണെങ്കിൽ അത്യാവശ്യം ABS, എയർ ബാഗും സെൻട്രലും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. അപ്പോൾ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാം. ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം. 0 ഡൗൺ പേയ്മെന്റിൽ ഒരു സ്വിഫ്റ്റ് കാർ നോക്കുകയാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. 1 വർഷം വാറന്റിയും പ്ലസ് 3 ഫ്രീ സർവീസോട് കൂടിയിട്ട് മാരുതിയുടെ സ്വിഫ്റ്റ് 4 സിലിണ്ടർ വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. 2023 സിംഗിൾ ഓണർഷിപ്പ് 53,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ.
ആസ്ക് ചെയ്യുന്ന പ്രൈസ് 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ. ഏത് വേരിയന്റേതാണ്? ഇത് വരുന്നത് VXA ആണ്. VXA അത് പെട്രോൾ മാനുവൽ അല്ലേ? വിത്ത് 1 ഇയർ വാറണ്ടി, 3 സർവീസ് ഫ്രീ. 3 ഫ്രീ സർവീസ് ഉണ്ട്. അത് ഓൾ ഇന്ത്യ ഏത് മാറുന്ന സർവീസ് സെന്ററിലും കിട്ടും. കാരണം അത് ട്രൂവാല് സർട്ടിഫൈഡ് വാഹനമായതുകൊണ്ടാണ് ഈ വാറണ്ടി സർവീസ് കിട്ടുന്നത്. നിങ്ങൾ 7 സീറ്റർ വാഹനം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു എർട്ടിഗയാണ് ഈ മാസം നമ്മുടെ സ്റ്റോക്ക് ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? 7 സീറ്റർ ആണ്, ഹൈബ്രിഡ് വെഹിക്കിൾ ആണ് ഇത് വരുന്നത്. VXA വേരിയന്റ് ആണ് വരുന്നത്, 2019 മോഡൽ. നമ്മൾ ആസ്ക് ചെയ്യുന്ന റേറ്റ് 7,50,000 രൂപ. 7,50,000 ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല പ്രൊഫൈലിലെ കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ഇവരുടെ ഭാഗത്ത് മാക്സിമം സപ്പോർട്ട് ഉണ്ടാവും. ഈ വണ്ടിക്ക് നമുക്ക് ഏകദേശം 6 വർഷത്തോളം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. മോഡൽ കൂടിയ വണ്ടികൾക്ക് നമുക്ക് 6 വർഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള 7 സീറ്റർ വാഹനങ്ങൾ വേണമെങ്കിലും ഇവരെ സമീപിക്കാവുന്നതാണ്. ഇത് മാത്രമല്ല ഇതുപോലത്തെ വാഹനങ്ങൾ വേറെ ഉണ്ട്. ഈ ഒരു ഷോറൂമിൽ എല്ലാത്തരം സെഗ്മെന്റ് വാഹനങ്ങളുണ്ട്. ഇപ്പോൾ മാരുതി ഈക്കോ, അതായത് യാത്രാ സൗകര്യത്തിനും ചെറിയ ചെറിയ കച്ചവടാവശ്യങ്ങൾക്കും പറ്റുന്ന ഒരു വാഹനമാണ്. കോമ്പാക്ട് ആയിട്ട് എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് വാഹനങ്ങൾ നോക്കുന്നവർക്ക് ആ ടൈപ്പ് വാഹനങ്ങൾ നമ്മുടെ ഈ ഒരു മാസം ഉണ്ട് സ്റ്റോക്ക്. മാരുതി ഈക്കോ. ഡീറ്റെയിൽസ്. ഇത് 2022 മോഡലാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത്. 58,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 5,15,000 രൂപയാണ്. കൂടാതെ നമുക്ക് ഈ വണ്ടിക്ക് ഒരു 1 ഇയർ വാറണ്ടിയും അതുപോലെ തന്നെ 3 സർവീസും കൊടുക്കാൻ പറ്റും. ഇനി ആവശ്യപ്രകാരം കസ്റ്റമേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സർവീസിൽ തന്നെ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 10 വർഷം വരയ്ക്ക് എടുക്കാൻ പറ്റുമോ പാക്കേജ്? 2 വർഷം മുതൽ 10 വർഷം വരയ്ക്ക് പാക്കേജ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ പറയാണ്, നമ്മൾ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓഫർ സ്കീം. അപ്പോൾ അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്കീമും കൂടി എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് മിനിമം 2 വർഷം മുതൽ മാക്സിമം 10 ഇയേഴ്സ് വരയ്ക്ക് വണ്ടി ഒരു പൈസ ഇല്ലാണ്ട് നമുക്ക് സർവീസ് ചെയ്തിട്ട് ഇറക്കാൻ പറ്റും. അതിപ്പോൾ നമുക്ക് മാരുതി ഏത് സർവീസ് സെന്ററിലും പോകാൻ പറ്റില്ല. എവിടെ വേണമെങ്കിലും ഓൾ ഇന്ത്യ സർവീസ്. അതായത് ഈ സ്കീം ഇവിടെ നിന്ന് എടുത്തു വിചാരിച്ചിട്ട് ഇവിടെ തന്നെ വരണമെന്നില്ല. നമുക്ക് ഓൾ ഇന്ത്യ സ്കീം എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ട്രൂ വാല്യൂയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ സർവീസ് സെന്ററിൽ നിന്ന് മാത്രമാണ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വണ്ടികൾ വാങ്ങുമ്പോൾ ആ ഒരു സ്കീം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇവർ പറഞ്ഞു തരുന്നുണ്ട്. ആവശ്യം ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് അതുകൂടി ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഇത്രയും വാഹനങ്ങൾ പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ ഷോറൂം മാനേജറായിട്ടുള്ള പ്രജിത്താണ്. താങ്ക് യു. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാ വാഹനങ്ങളും പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഈ ഷോറൂമിൽ സമീപിക്കാം. നമുക്കിപ്പോൾ ഓരോ മാസം കഴിഞ്ഞോളം വണ്ടികളും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോയിൽ കാണാത്ത വാഹനങ്ങളും ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി.